പോയത്. അതോടുകൂടി പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കുകയാണ്. അവരുടെ കയ്യിൽ നമുക്ക് കാണാം മഹാത്മാഗാന്ധിയുടെ ഉൾപ്പെടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എസ്എഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നത്. നേരത്തെയും കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെ 2 ദിവസം മുമ്പും എസ്എഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നതാണ്. ഗവർണർക്കെതിരെ ബാനറുകൾ ഉയർത്തിയാണ് എസ്എഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സമാനമായ രീതിയിലാണ് രാജ്ഭവനിലേക്കും എസ്എഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം. അവരുടെ കയ്യിൽ ഗാന്ധിയുടെ പടമുണ്ട്. അതുപോലെ തന്നെ ഗവർണർക്കെതിരെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബാനർ പ്രവർത്തകരുടെ കയ്യിൽ നമുക്ക് കാണാൻ കഴിയും. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഗവർണർക്കെതിരെ എസ്എഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ നടത്തുകയാണ് എന്നതാണ്. കേരള സർവകലാശാലയിൽ ബാനർ ഉയർത്താൻ പോലീസ് തടസ്സം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ വലിയ പ്രതിഷേധത്തിന്റെ ഒടുവിൽ അടക്കത്തിലൊരു ബാനർ ഒക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഗവർണറെ ഭരണഘടന പഠിപ്പിക്കും എന്നുള്ള ബാനറാണ് ഇപ്പോൾ എസ്എഫ്ഐ പ്രവർത്തകർ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി നടത്തിയ പ്രസംഗത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഭരണഘടന അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഗവർണർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നത്. ഭരണഘടന പഠിപ്പിക്കുമെന്ന് എഴുതിയ ബാനർ സമീപത്ത് തന്നെ ഭരണഘടനയുടെ പടമുള്ള ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഗവർണർക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കയ്യിൽ മഹാത്മാഗാന്ധിയുടെ പടമുള്ള പ്രതിഷേധം ഗവർണർക്കെതിരെ എസ്എഫ്ഐ പ്രവർത്തകർ. അതെ, ഭരണഘടന ഗവർണറെ പഠിപ്പിക്കും എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു വിദ്യാർത്ഥി സംഘടന നടത്തുന്ന പ്രതിഷേധം, എസ്എഫ്ഐയുടെ പ്രതിഷേധം, ഒരു വിദ്യാർത്ഥി സംഘടന ഭരണഘടനാനുസൃതമായിട്ട് പ്രവർത്തിക്കേണ്ട വളരെ ഉന്നതമായ പദവിയിലിരിക്കുന്ന ഗവർണർക്ക് ഭരണഘടന അറിയില്ല എങ്കിൽ, ഭരണഘടന പഠിക്കാൻ താല്പര്യമില്ല എങ്കിൽ, ആ ഭരണഘടന അറിയില്ല എങ്കിൽ ഞങ്ങളത് പഠിപ്പിച്ചു തരാം, വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് പോലും അറിയാവുന്ന ഒന്നാണ് BR അംബേദ്കറുടെ ഭരണഘടന, ആ ഭരണഘടനയുടെ ആമുഖവാക്യങ്ങൾ എങ്കിലും പഠിപ്പിക്കുക, അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന നിലയ്ക്കാണ് എസ്എഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ അവിടെ പ്രതിഷേധ പ്രകടനം നടത്തുകയും അതിനുശേഷം അവിടെ ഇരുന്നു കൊണ്ട് എന്താണോ ഗവർണർ പഠിക്കേണ്ടത് അത് പഠിക്കാൻ ഗവർണർ തയ്യാറല്ല എങ്കിൽ ഞങ്ങളത് പഠിപ്പിച്ചു തരാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത്. തൽക്കാലത്തേക്ക് ബാരിക്കേഡ് മറികടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് എസ്എഫ്ഐ പ്രവർത്തകർ പിൻവാങ്ങി അവർ ശാന്തമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ രീതിയിൽ ഇനി പ്രതിഷേധം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാമല്ലേ സൂര്യഗായത്രി? ബാരിക്കേഡ് മറികടന്ന് പ്രതിഷേധക്കാർ പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ബാരിക്കേഡ് മറികടന്ന് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് എന്നുള്ളതാണ്. ബാരിക്കേഡിന് അപ്പുറത്തുണ്ടായിരുന്ന പ്രവർത്തകരും ഇവിടേക്ക് ഇപ്പോൾ എത്തുകയാണ്. എല്ലാ പ്രവർത്തകരെയും ഒരുമിച്ച് തന്നെ വലിയ മുദ്രാവാക്യങ്ങൾ പ്രവർത്തകർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് എവിടെയാണോ ഈ സമരം പോലീസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നും ഒരുപാട് മുന്നേറ്റ പ്രവർത്തകർ വന്നിട്ടുണ്ട്. ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജലപീഠം ഉൾപ്പെടെയുള്ള കൊണ്ടുവന്ന പ്രതിഷേധക്കാരെ പറഞ്ഞു വിടാനുള്ള നടപടികൾ പോലീസിന് ഇനി ഒന്നിന്ന് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജലപീഠം ഉൾപ്പെടെയുള്ളവ നേരത്തെ പോലീസ് പ്രവർത്തകരെ തടയാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ്. അവർ കൂടുതൽ സംഘർഷത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പോലീസിന് കൂടുതൽ നീക്കങ്ങളിലേക്ക് അവരെ നിയന്ത്രിക്കേണ്ട മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ശക്തമായിട്ട് ഗവർണർക്കെതിരെ പ്രതിഷേധം ഉയർത്താൻ എസ്എഫ്ഐ തീരുമാനിച്ചിരുന്നു. അതേ തുടർന്ന് നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബാരിക്കേഡ് ഉൾപ്പെടെ മറികടന്നുകൊണ്ട് വലിയ സംഘർഷത്തിലേക്ക് പ്രവർത്തകർ എത്തിയത്. ശരി, സൂര്യഗായത്രിയാണ് തിരുവനന്തപുരത്ത് നിന്ന് എസ്എഫ്ഐ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവർണറുടെ ഭാരതാംബ വിവാദത്തിൽ ഗവർണർ ഭരണഘടനാനുസൃതമായിട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗവർണറെ ഭരണഘടന പഠിപ്പിക്കുമെന്നുള്ള ബാനർ തയ്യാറാക്കിക്കൊണ്ട് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ്എഫ്ഐ പ്രവർത്തകർ. തത്സമയം അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇടവേള കഴിഞ്ഞ് ഈ വാർത്തയിലേക്കും ഈ പ്രതിഷേധം അതിശക്തമായിട്ട് തുടരുന്നുണ്ടെങ്കിൽ അതിൽ